നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. രാജ്യത്ത് കോവിഡ് വ്യാപനം കുറയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 58,419 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 81 ദിവസത്തിനു ശേഷമാണ് പ്രതിദിന രോഗികളുടെ എണ്ണം 60,000-ൽ താഴെ എത്തുന്നത്. നിലവിൽ 7,29,243 പേരാണ് ചികിത്സയിലുള്ളത്. ശനിയാഴ്ച 18,11,446 സാമ്പിളുകൾ പരിശോധിച്ചതായി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അറിയിച്ചു. രാജ്യത്ത് ഇന്നലെ 1,576 പേർ കോവിഡ് ബാധിച്ചു മരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ 3,86,713 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആർഡണിന് അയച്ച കത്തിന് മറുപടി ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് പട്ടാമ്പി കൊടലൂർ സ്വദേശിനിയായ ആയിഷ ഷമീർ. സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുള്ള ആയിഷയുടെ കത്തിനായിരുന്നു സന്തോഷം അറിയിച്ചുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ മറുപടി കത്ത്. പട്ടാമ്പി കൊടലൂർ സ്വദേശി കൊട്ടാരത്തിൽ ഷമീറിന്റെ ഭാര്യ ആയിഷ ഷമീറിനാണ് ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ കേട്ട മെയിൽ വഴി കത്തയച്ചത്. സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് ആയിഷയ്ക്ക് കത്തയക്കാൻ പ്രചോദനമായത്. ന്യൂസിലാൻഡിൽ നടപ്പാക്കുന്ന സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചായിരുന്നു കത്ത്. മറുപടിയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ആഴ്ചയാണ് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയുടെ കയ്യൊപ്പോടുകൂടിയ മറുപടി കത്ത് ആയിഷയെ തേടി എത്തിയത്. ആയിഷയുടെ ഇമെയിലിന് നന്ദി അറിയിച്ചായിരുന്നു മറുപടി. ഓരോ സ്ത്രീയും പ്രത്യേകതയുള്ളവരാണ് എന്നും നമ്മൾ എന്തുതന്നെ ചെയ്താലും ഒരു പ്രധാന പങ്ക് എന്നാണ് തിരിച്ചറിയാൻ നമ്മൾ പഠിക്കേണ്ടതെന്നും കത്തിൽ പറയുന്നു. താൻ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞായിരുന്നു മറുപടി കത്ത്. വലിയ സന്തോഷമാണ് ഇതിലൂടെ തനിക്കും ഉണ്ടായതെന്ന് ആയിഷ പറയുന്നു. ഈ ഒരു മെയിൽ ഭയങ്കര സർപ്രൈസിങ് ആണ്, ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റ് ആണ് എൻ്റെ ലൈഫിൽ. കാരണം ഞാൻ അങ്ങോട്ട് എഴുതിയ ഓരോ വേർഡ്സിനും അവർ അതേപോലെ ആ വേർഡ്സിനൊക്കെ അവർ വാല്യൂ ചെയ്തിട്ട് ആ വേർഡ്സിനൊക്കെ ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസാണ് ഓരോ വേർഡ്സിനും അതിൽ എഴുതിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഞാൻ അവരോട് പറഞ്ഞത് വുമൺ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വി ഷുഡ് ലവ് അവർ സെൽഫ്, നമ്മളെ സ്നേഹിക്കണം. അങ്ങനെ എന്നിട്ട് നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്ന ആളുകളുടെ മുമ്പിൽ ഷൈൻ ചെയ്യുക എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ ലെറ്ററിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് യു ആർ റൈറ്റ്, നിങ്ങൾ ശരിയാണ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ വേർഡ്സിനെ അവർ വാല്യൂ ചെയ്യല്ലേ. അതേപോലെ തന്നെ ഞാൻ ആ ലെറ്ററിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഐ എം എൻ ഓർഡിനറി വുമൺ, ഐ എം ഡൂയിങ് ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റി. ഞാൻ സാധാ വുമണാണ്, വീട്ടിലെ ജോലികളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വുമണാണ്. എന്നാൽ പോലും എന്നെ നിങ്ങളുടെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത്രയും എന്നെ പ്രചോദനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിലവർ എനിക്ക് തന്നൊരു മെസ്സേജ്, എല്ലാ വുമണും സ്പെഷ്യലാണ്, വുമണാരും നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് നോക്കണ്ട, നിങ്ങളെ എല്ലാ വുമണും സ്പെഷ്യലാണ് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജും കൂടി കൺക്ലൂഡ് ചെയ്തിട്ട് ആയിഷ നിന്റെ മെസ്സേജ് ഇനിയും സ്വീകരിക്കാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടാണ്. അത് ഭയങ്കര എനിക്ക് മാത്രമല്ല എല്ലാ സ്ത്രീകൾക്കും ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു വലിയൊരു മെസ്സേജാണ് അവർ തന്നത്. സംഭവം നാടറിഞ്ഞതോടെ ആയിഷ ഷമീറിനെ അഭിനന്ദന പ്രവാഹങ്ങളും വന്നു തുടങ്ങി. കൊടലൂർ ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ വീട്ടിലെത്തി അഭിനന്ദനം അറിയിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ അറബിക് വിഭാഗം മേധാവി ഡോക്ടർ അബ്ദു ഉപഹാരം സമ്മാനിച്ചു. നഗരസഭാ കൗൺസിലർമാരായ സൈദലവി വടക്കേതിൽ, മുനീറ, ഹുസൈൻ, ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ പ്രവർത്തകരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആർഡേണിന് അയച്ച ഒരു കത്ത്, അതിന് ഹൃദ്യമായ രീതിയിൽ തന്നെ മറുപടി കിട്ടിയ സന്തോഷത്തിലാണ്. ഏറെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. നമുക്കറിയാം ജസീന്ത ആർഡേൺ ഈ ഇടെയാണ് ന്യൂസിലാൻഡിലെ ഒരു മുസ്ലിം ആരാധനാലയത്തിൽ നടന്ന തീവ്രവാദ അക്രമവുമായി ബന്ധപ്പെട്ട് ലോകശ്രദ്ധ നേടിയെടുക്കുന്നത്. അവർ ആ വിഷയം കൈകാര്യം ചെയ്തത് വളരെ ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ ന്യൂനപക്ഷമായ ഒരു മതവിഭാഗത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് ലോക ശ്രദ്ധ പിടിച്ചു പറ്റുകയായിരുന്നു. ഇത്തരം വർത്തമാനകാലത്തെ നമ്മുടെ നേതാക്കളൊക്കെ, ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോക നേതാക്കളൊക്കെ മാതൃകയാക്കേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് ജസീന്ത ആർഡേൺ. അവരുടെ ഈ സഹജീവി സ്നേഹത്തിൻ്റെ ഒരു മാതൃക, മറ്റൊരു രൂപമാണ് നമ്മൾ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ കൈമാറുന്നതിലൂടെയൊക്കെ നമുക്ക്. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച വാഹന സ്തംഭന സമരം. ഇന്ധനവില വർധനവിനെതിരെയാണ് സമരം. പട്ടാമ്പി മേഖലയിലെ 16 ഇടങ്ങളിൽ സമരം നടത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു. കേന്ദ്ര സർക്കാർ അടിക്കടി ഇന്ധനവില വർദ്ധിച്ച് ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന നടപടിക്കെതിരെയാണ് BMS ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച വാഹന സ്തംഭന സമരം നടത്തുന്നത്. സംസ്ഥാന വ്യാപകമായാണ് സമരം. രാവിലെ 11 മണി മുതൽ 11:15 വരെയാണ് സമരം. എല്ലാ റോഡുകളിലും ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ നിർത്തിയിട്ടാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്ന്
CATU നേതാവ് N. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. കേരളത്തിലെ എല്ലാ റോഡുകളിലും ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ, അതെല്ലാ വാഹനങ്ങളും 11 മണിക്ക് എവിടെ എത്തുന്നുവോ അവിടെ നിർത്തി റൂട്ടിലിറങ്ങി നിൽക്കുകയും 15 മിനിറ്റ് കഴിഞ്ഞാൽ വാഹനം ഓടാൻ ആരംഭിക്കുകയും ചെയ്യും. ഒരു വാഹന സ്തംഭന സമരം. അതിനാധാരമായ പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്ന ഒരു രീതിയാണ് കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചു വരുന്നത്. അത് മോട്ടോർ തൊഴിലാളികളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. നിത്യോപയോഗ സാധനങ്ങളുടെ വില വലിയ തോതിൽ ഇപ്പോൾ വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനൊരു പ്രധാന കാരണം പ്രത്യേകിച്ച് കേരളത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ 90% ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമുക്ക് വരേണ്ടത്, അരി ഉൾപ്പെടെ. ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ചാൽ സ്വാഭാവികമായി കടത്തുകൂലി കൂടും. ആ കടത്തുകൂലി കൂടിയാൽ ഉപഭോക്താവിൻ്റെ കൈകളിൽ എത്തിക്കുമ്പോൾ ചരക്കിൻ്റെ വില വർദ്ധിക്കും. പട്ടാമ്പി മേഖലയിലെ 16 സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. ഇന്ധനവില വർധനവ് മോട്ടോർ വാഹന തൊഴിലാളികളെ മാത്രമല്ല സമസ്ത മേഖലയെയും ബാധിച്ചിരിക്കുകയാണെന്നും നേതാക്കൾ വ്യക്തമാക്കി. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ 16-ാം വാർഡ് അമ്പലക്കുളം ജാറം റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. 4 ദിവസത്തോളമായി പ്രദേശത്ത് വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നു. പ്രദേശത്തെ പല വീടുകളിലേക്കും വെള്ളം എത്തുന്നില്ല എന്ന പരാതിയുണ്ട്. സമീപ പ്രദേശത്ത് തന്നെ ഒരാഴ്ചയായി പൈപ്പ് പൊട്ടി വെള്ളം പാഴായി പോകുന്ന അവസ്ഥയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. പൊട്ടിപ്പോയി തുടങ്ങിയിട്ട് 5-6 ദിവസമായി. ഞങ്ങൾ ഗുരുവായൂർ ഓഫീസിലേക്കടക്കം വിളിച്ചു പറഞ്ഞിട്ടും ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിവിടെ ഈ തിരുവാവ് കാരണം വളരെ അപകടം പിടിച്ചൊരു സ്ഥലമാണ്. അത് ഇതിന് അധികാരപ്പെട്ടവർക്ക് വിളിച്ചു പറഞ്ഞിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണാൻ. 800 മീറ്ററോളം വെള്ളം ഒഴുകിയെത്തി സമീപത്തെ പാടത്തേക്കാണ് ചെന്ന് ചേരുന്നത്. അമിതമായി വെള്ളം ഒഴുകി വീടുകളിലേക്ക് എത്തുന്നതിൽ നാട്ടുകാർക്കും പരാതിയുണ്ട്. പലതവണ കൂറ്റനാട് വാട്ടർ അതോറിറ്റി ഓഫീസിലേക്കും ഗുരുവായൂർ ഹെഡ് ഓഫീസിലേക്കും വിളിച്ചു പറഞ്ഞിട്ടും നടപടി എടുത്തില്ല എന്നും ആക്ഷേപമുണ്ട്. അതേസമയം കണക്ഷൻ എടുത്ത വീടുകളിലേക്ക് നിരന്തരം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ വിളിക്കുകയും കോവിഡ് മൂലം റീഡിംഗ് എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വീട്ടുകാർ റീഡിംഗ് നോക്കി പറഞ്ഞു തരണമെന്നും പണം ഓൺലൈനായി അടയ്ക്കണമെന്നും പറയുന്നുണ്ട്. ഈ ഉത്തരവാദിത്തം വെള്ളം വീടുകളിലേക്ക് എത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ അധികൃതർ സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ കിഴക്കേ ചാത്തന്നൂർ യാറം സ്ട്രീറ്റിൽ ഒരു പൈപ്പ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ 4-5 ദിവസമായി. ഞാൻ വാട്ടർ മറ്റേ ഓഫീസിലേക്ക് 2-3 പ്രാവശ്യം വിളിച്ച് പറഞ്ഞു ഗുരുവായൂർക്ക്. പിന്നെ വാട്ടർ അതോറിറ്റിയിലേക്ക് 2 വട്ടം വിളിച്ച് പറഞ്ഞു. അവരതിനൊന്നും ഒരു സ്റ്റെപ്പ് എടുക്കണമായി തോന്നുന്നില്ല. അതുകൊണ്ട് ആ സ്റ്റെപ്പ് വേഗം എടുക്കാൻ പറഞ്ഞിട്ട്. മഴക്കാലമായതോടെ പൊന്തക്കാടുകൾ നിറഞ്ഞും മാലിന്യം തള്ളൽ കേന്ദ്രമായി മാറി തിരുമിറ്റക്കോട് നാഗലശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന വാവന്നൂർ ചാത്തന്നൂർ റോഡ് പാതയരികുകൾ ഏതാണ്ട് പൂർണ്ണമായും കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കുകയാണ്. കൊടും വളവുകളിൽ വളർന്നു നിൽക്കുന്ന കുറ്റിച്ചെടികൾ വാഹനം ഓടിക്കുന്നവരുടെ കാഴ്ച മറയ്ക്കുന്നതിനാൽ അപകട സാധ്യതയും ഉയർത്തുന്നുണ്ട്. റോഡരിക് കാട് കയറിയതോടെ ആളൊഴിഞ്ഞ ഭാഗങ്ങളിൽ മാലിന്യം തള്ളലും രൂക്ഷമാണ്. പാതയരികിലെ പൊന്തക്കാട്ടുകൾക്കിടയിലേക്ക് ചാക്കുകെട്ടുകളാക്കി വലിച്ചെറിയുന്ന മാലിന്യം ചില സമയങ്ങളിൽ റോഡിന് മധ്യഭാഗത്ത് വരെ എത്താറുണ്ട്. മാംസാവശിഷ്ടങ്ങളും ഭക്ഷണ മാലിന്യങ്ങളുമെല്ലാം ഉപേക്ഷിക്കുന്നതിനാൽ ചില സമയങ്ങളിൽ അതിരൂക്ഷമായ ദുർഗന്ധവും ഇവിടെയുണ്ട്. ചാക്കുകളിൽ കെട്ടി ഉപേക്ഷിച്ച നിലയിലുള്ള മദ്യക്കുപ്പികളും നിരവധിയാണ്. മദ്യക്കുപ്പികളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളിലും മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് മേഖലയിൽ രൂക്ഷമായ കൊതുക് ശല്യത്തിനും ഇടയാക്കുന്നുണ്ട്. പാതയരിക് കാട് നിറഞ്ഞത് കാൽനട യാത്രക്കാരെയും ഏറെ ദുരിതത്തിലാഴ്ത്തി. പലയിടത്തും റോഡിലേക്ക് കയറി നടക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. തിരുമിറ്റക്കോട് ചാത്തന്നൂർ ഭാഗങ്ങളിലുള്ളവർ കൂറ്റനാട്ടേക്കും തൃത്താലയിലേക്കും എത്താൻ ഉപയോഗിക്കുന്ന പ്രധാന പാതയ്ക്കാണ് ഈ ദുർഗതി. മാംസാവശിഷ്ടങ്ങൾ ഭക്ഷിക്കാനെത്തുന്ന തെരുവുനായ്ക്കളുടെ ശല്യവും രൂക്ഷമാണ്. കൂടാതെ രാത്രികാലങ്ങളിൽ പൊന്തക്കാടുകൾക്കിടയിൽ നിന്നും ഇഴജന്തുക്കളുടെ ശല്യവും രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. കുറ്റിച്ചെടികൾ നിറഞ്ഞ ആളൊഴിഞ്ഞ ഭാഗങ്ങളിൽ തെരുവു വിളക്കുകൾ കത്താത്തതും നാട്ടുകാരെ ഭീതിയിലാക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ
89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. അച്ഛനമ്മമാരുടെ സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും അളവ് വിലമതിക്കാനാകാത്തതാണ്. അമ്മമാരുടെ നിർലോഭമായ സ്നേഹത്തിനൊപ്പം അച്ഛന്റെ കരുതലിന്റെ സുരക്ഷ ഓരോ മക്കളെ സംബന്ധിച്ചിടത്തോളവും ഒരു സ്വകാര്യ അഹങ്കാരമാണ്. ജൂൺ 20 ഫാദേഴ്സ് ഡേ. സ്വന്തം വേദനകൾ എന്നും കടിച്ചമർത്തി പുറത്ത് ഗൗരവത്തിന്റെ മുഖച്ഛായ പൊതിഞ്ഞ് മക്കളുടെ ഇഷ്ടങ്ങൾ നിറവേറ്റാൻ രാപ്പകലില്ലാതെ ഓടി നടക്കുന്ന ഒരുപാട് അച്ഛന്മാരുണ്ട് നമുക്കിടയിൽ. അമ്മയുടെ സ്നേഹലാളനകൾ പുറം കവചമില്ലാതെ ഒഴുകുമ്പോഴും ഉള്ളിലടക്കിയ സ്നേഹക്കരുതൽ ഒരു നെടുവീർപ്പിൽ ഒതുക്കി മക്കളുടെ മികച്ച ഭാവി മാത്രം മനസ്സിൽ കണ്ട് അധ്വാനത്തിന്റെ അവശതകൾ തളർത്താതെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുന്നവർ. മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി സ്വന്തം ആഗ്രഹങ്ങൾക്ക് മുമ്പിൽ കണ്ണടയ്ക്കുന്നവർ. ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ തന്നാലും ഉറങ്ങിക്കിടക്കുമ്പോൾ അടുത്തു വന്ന് തലോടുന്നവർ. മക്കളുടെ വിശപ്പടക്കാൻ സ്വന്തം വയറിനെ പട്ടിണിക്കിടുന്നവർ. മക്കളുടെ മുഖമൊന്ന് വാടുമ്പോൾ എന്തെന്നറിയാതെ നെഞ്ചു പിടയ്ക്കുന്നവർ. അങ്ങനെ ഓരോരുത്തർക്കുമുണ്ടാകും അച്ഛന്റെ സ്നേഹലാളനകളുടെ മനസ്സിൽ പതിഞ്ഞ നല്ല ഓർമ്മകൾ. കുടുംബത്തിന്റെ തണലായി ഒരു വടവൃക്ഷമായി പന്തലിച്ചു നിൽക്കുന്ന അച്ഛൻ യഥാർത്ഥത്തിൽ മക്കളുടെ ഹീറോ തന്നെയാണ്. മക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ഒന്ന് വീണുപോകുമ്പോൾ ഓടിയെത്തി കൈപിടിച്ച് കൂടെയുണ്ടാകുമെന്ന് ഉറപ്പുള്ള സുരക്ഷിതത്തിന്റെ കവചം. അച്ഛനമ്മമാർ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. അവരുടെ കൂടെയുള്ള നിമിഷങ്ങൾ തരുന്ന സന്തോഷവും സമാധാനവും നമുക്ക് എവിടെയാണ് കണ്ടെത്താനാവുക? ചേർത്ത് നിർത്താം നമുക്ക് അച്ഛനമ്മമാരെ. നമുക്ക് വേണ്ടി വിയർപ്പിന്റെ കണ്ണീരുപ്പ് നുകർന്നവരെ ഹൃദയത്തിലാണ് പ്രതിഷ്ഠിക്കേണ്ടത്. അനാഥത്വത്തിന്റെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടവരല്ല രക്ഷിതാക്കൾ. ഒരു ഫാദേഴ്സ് ഡേയിൽ വാക്കുകൾ കൊണ്ട് മാത്രം ഒതുക്കാവുന്നതല്ല അച്ഛൻ എന്ന തണൽമരത്തിന്റെ കരുതൽ. യുവത്വം മുഴുവൻ മക്കളുടെ ഭാവിക്ക് വേണ്ടി ഓടിത്തീർത്ത് തിരിച്ച് മക്കളുടെ സ്നേഹം മാത്രം പ്രതീക്ഷിച്ച് പരിഭവങ്ങളേതുമില്ലാതെ പൂമുഖത്തെ ചാരുകസേരയിൽ അച്ഛൻ എന്നുമുണ്ടാകും. കഴിഞ്ഞ കാലത്തെ ഓർമ്മകൾ വീണ്ടും ഒരു നെടുവീർപ്പിൽ ഒതുക്കിക്കൊണ്ട്. ന്യൂസ് ഡെസ്ക് CCTV. ഓങ്ങല്ലൂർ ബെഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും ഭക്ഷ്യക്കിറ്റുകളും വിതരണം ചെയ്തു. ഓങ്ങല്ലൂർ ബെഡ്സ് സ്കൂളിലെ കുട്ടികൾക്കാണ് ഭക്ഷ്യക്കിറ്റുകളും പച്ചക്കറി കിറ്റുകളും നൽകിയത്. ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ലാളനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ഭക്ഷ്യക്കിറ്റുകൾ ലഭ്യമാക്കിയത്. കബീർ വാടാനംകുറിശിയാണ് പച്ചക്കറി കിറ്റുകൾ നൽകിയത്. 37 കിറ്റുകളാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി നൽകിയത്. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ, MR ജയശങ്കർ, മാലതി, സോജ, മരിയ, മധുസൂദന നമ്പൂതിരി തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വിഷമതകൾ അനുഭവിക്കുന്ന നിരവധി ആളുകളാണ് ഈ കോവിഡിൻ്റെ മഹാമാരി കാലത്തുമുള്ളത്. നമുക്കെല്ലാം അറിയുന്ന പോലെ നമ്മുടെ പഞ്ചായത്തിൽ മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി 3 വർഷങ്ങൾക്ക് മുൻപാണ് ബഡ്സ് സ്കൂള് പ്രവർത്തനം ആരംഭിച്ചത്. ബഡ്സ് സ്കൂളിൻ്റെ പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടം തൊട്ട് നാളിതുവരെയായി ആ സ്കൂളിൻ്റെ സർവ്വതോന്മുഖമായ വികസന പ്രവർത്തനങ്ങളും നിത്യനിദാനമായി അവിടെ വരുന്ന ചെലവുകളുമെല്ലാം തന്നെ പഞ്ചായത്തിനെ സ്നേഹിക്കുന്ന, ഈ കുട്ടികളെ സ്നേഹിക്കുന്ന, സമൂഹത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും സ്നേഹസാന്നിധ്യം അവർ തരുന്ന ഓരോ സാധനങ്ങളിലും ഈ കുട്ടികളെ സഹായിക്കാൻ, ആ കുടുംബത്തെ സഹായിക്കാനൊക്കെ നിറഞ്ഞ മനസ്സോടുകൂടി ആളുകൾ സഹായവും ഹസ്തവുമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സഹായഹസ്തമായി വരുന്ന പ്രധാനികളിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ലാളനം ചാരിറ്റബിൾ ട്രസ്റ്റ്. ഈ ലാളനം ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ച് ഇന്നാണ് ഞാൻ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നത്. നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തി തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ ചാത്തന്നൂരിൽ ആഫ്രിക്കൻ ഒച്ചുകൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. കഴിഞ്ഞ വർഷം വിപുലമായ രീതിയിൽ പഞ്ചായത്തിന്റെയും മറ്റും നേതൃത്വത്തിൽ ഒച്ച് നശീകരണം നടത്തിയിരുന്നുവെങ്കിലും മഴക്കാലമായതോടെ മതിലുകളിലും വീടിന്റെ ചുമരുകളിലും മരങ്ങളിലും തുടങ്ങി മിക്ക ഇടങ്ങളിലും ആഫ്രിക്കൻ ഒച്ചുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ആഫ്രിക്കൻ ഒച്ചുകൾ ഉയർത്തുന്ന ഭീഷണി കഴിഞ്ഞ വർഷം വേണ്ടുവോളം അനുഭവിച്ചവരാണ് ചാത്തന്നൂർ പ്രദേശവാസികൾ. നാട്ടുകാർക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും കാർഷിക വിളകൾക്കും മറ്റും ഇവ ഉയർത്തുന്ന ഭീഷണിയും ചെറുതല്ല.
കഴിഞ്ഞ വർഷം മഴക്കാലത്തോടെയാണ് പ്രദേശത്ത് ഒച്ചുകളെ കണ്ടു തുടങ്ങിയത്. ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മതിലിന് മുകളിൽ കഴിഞ്ഞ വർഷം ആയിരക്കണക്കിന് ഒച്ചുകളാണ് പ്രത്യക്ഷപ്പെട്ടത്. തുടർന്ന് സബ് ജില്ലാതല യുവജനോത്സവത്തോടനുബന്ധിച്ച് സ്കൂൾ അധികൃതരും പഞ്ചായത്ത് അധികൃതരും ഇവയെ ഏതാണ്ട് പൂർണ്ണമായും നശിപ്പിച്ചിരുന്നു. ഇതുമൂലം ഇത്തവണ ഇവ എത്തില്ല എന്ന ആശ്വാസത്തിലായിരുന്നു നാട്ടുകാർ. എന്നാൽ പതിവ് തെറ്റിക്കാതെ വീണ്ടും നാട്ടുകാരുടെ ഉറക്കം കെടുത്തുകയാണ് ഒച്ചുകൾ. ഈ ഒച്ചുകൊണ്ട് ഇപ്പോൾ ചെടികളൊന്നും ഇതാക്കാൻ പറ്റുന്നില്ല. പിന്നെ ചമരിൻ്റെ മുകൾക്ക് കയറി വരുന്നു. സ്കൂളിൻ്റെ അവിടെ നിന്ന് വെള്ളത്തിലൂടെ വന്നിട്ട് പിന്നെ കിണറ്റിലേക്ക് ഇറങ്ങുന്നു, പിന്നെ വാട്ടർ ടാങ്കിലേക്ക് കയറുന്നുള്ളൊരു ഭയങ്കരമായൊരു പേടിയാണ്. ചെടി മാത്രമല്ല, വീട്ടിൽ ഈ വിഷമാണ്. ഇതൊരു ഉപ്പിട്ട് കഴിഞ്ഞാൽ ഒരു തീ പറഞ്ഞൊരു ദ്രാവകമാണ് വരുന്നത്. അതിൽ നിന്ന് വിഷമാണത് സാധനം വരുന്നത്. വാട്ടർ ടാങ്കിലേക്ക് കയറിയാൽ വെള്ളത്തിൽ സംഭവിച്ചാൽ മഴക്കാലം എത്തുന്നതോടെ വീണ്ടും ഇവ പെരുകുകയും ജനങ്ങൾക്ക് ആരോഗ്യ ഭീഷണി ഉയർത്തുകയും ചെയ്യുന്ന ഗുരുതര സാഹചര്യമാണുള്ളത്. ചാത്തന്നൂർ സെന്ററിലും പരിസര പ്രദേശങ്ങളിലുമുള്ള എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും മതിലുകളിലും ചുമരുകളിലും ചെടികളിലും വൃക്ഷങ്ങളിലുമെല്ലാം ഇവ ധാരാളമായി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഉപ്പ് ഉപയോഗിച്ചാണ് നിലവിൽ നാട്ടുകാർ ഒച്ചിനെ നശിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് എണ്ണമുള്ളതിനാൽ ഈ ഉപ്പ് പ്രയോഗം ഇനി സാധിക്കാതെയാവും. എത്രയും പെട്ടെന്ന് ഇവയെ നശിപ്പിച്ച് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പഞ്ചായത്ത് അധികൃതരും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വിളയൂരിൽ ആലിക്കപ്പള്ളിയാലിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം. CPMന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. വിളയൂർ ആലിക്കപ്പള്ളിയിലാണ് CPMന്റെ നേതൃത്വത്തിൽ 14-ാം വാർഡിലെയും സമീപ പ്രദേശങ്ങളിലെയും വിദ്യാർത്ഥികൾക്കായി പുസ്തകങ്ങളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തത്. LKG മുതൽ +2 വരെയുള്ളവർക്കായിരുന്നു പഠനോപകരണങ്ങൾ നൽകിയത്. മുഹമ്മദ് മോഹസിൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ ചടങ്ങിൽ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് അംഗം രാജി മണികണ്ഠൻ, സംസ്ഥാന ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗ കമ്മീഷൻ അംഗം സുബേദ ഇസഹാഖ്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ A സാബിറ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP നൌഫൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KS സരിത, ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ AK ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ രാജൻ പുനശ്ശേരി, മുജീബ് കരുവാൻകുഴി, T ഷാജി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K കൃഷ്ണൻകുട്ടി, T ഗോപാലകൃഷ്ണൻ, K മുരളി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. കോവിഡ് ബാധിച്ച വീടുകളിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് തൃത്താല ഗാഥോ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ നാടിനൊരു കൈത്താങ്ങ് പദ്ധതിയിലൂടെ പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. ഗാഥോ ഫേസ്ബുക്ക് കൂട്ടായ്മ ഭാരവാഹികളിൽ നിന്നും തൃത്താല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ പച്ചക്കറി കിറ്റ് ഏറ്റുവാങ്ങി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഗാഥോ ഫേസ്ബുക്ക് കൂട്ടായ്മ പ്രതിനിധികളായ ഷാജി BK, മനോജ് K, ജയകൃഷ്ണൻ K എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇനി നവമാധ്യമ കാഴ്ച. പരിചിതമല്ലാത്ത ജോലികൾ ചെയ്യുമ്പോൾ അബദ്ധം പറ്റുന്നത് പതിവാണ്. ഈ ലോക്ഡൌൺ കാലത്ത് ഇങ്ങനെ കുറെ പേർക്ക് അമളി സംഭവിച്ചിട്ടുണ്ടാകും. കുന്നംകുളത്ത് നിന്ന് ബീമോൻ നൽകിയ ദൃശ്യം. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.